നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ദുഃഖങ്ങൾ യാദൃശ്ചികമായി ആകാശത്തുനിന്ന് വീഴുന്നതാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സത്യത്തിൽ ഓരോ സങ്കടവും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നതാണ് എന്നതാണ് യാഥാർത്ഥ്യം. നമ്മുടെ ഉള്ളിലെ ബോധമാണ് പുറത്തെ ലോകത്തെ സൃഷ്ടിക്കുന്നത്. നമ്മൾ എന്തിനെയാണോ ഹൃദയം കൊണ്ട് സത്യമെന്ന് വിശ്വസിക്കുന്നത്, അത് ദുഃഖമാണെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുചേരും. നമ്മൾ അറിയാതെ തന്നെ ദുഃഖത്തെ സ്വീകരിക്കുന്ന 4 പ്രധാന കാരണങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ആദ്യത്തെ കാരണം നമ്മുടെ ഭയത്തിന് നമ്മൾ നൽകുന്ന അമിതമായ പ്രാധാന്യമാണ്. നമ്മൾ എന്തിനെയെങ്കിലും ഭയപ്പെടുമ്പോൾ സത്യത്തിൽ ആ ഭയത്തിന് നമ്മൾ ജീവൻ നൽകുകയാണ് ചെയ്യുന്നത്. ഇത് സംഭവിക്കുമോ എന്ന പേടി നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ പ്രപഞ്ചത്തോട് പറയുന്നത് അത് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. ഒരു രോഗത്തെക്കുറിച്ചോ പരാജയത്തെക്കുറിച്ചോ നിരന്തരം ഭയപ്പെടുന്നത് വഴി ആ അവസ്ഥയെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നു. രണ്ടാമത്തെ കാരണം മറ്റുള്ളവരുടെ വിജയത്തിൽ നമുക്കുണ്ടാകുന്ന മാനസികാവസ്ഥയാണ്. ഉദാഹരണത്തിന്, നിങ്ങളുടെ ഒരു സുഹൃത്തോ ബന്ധുവോ പുതിയൊരു വീടോ കാറോ വാങ്ങിയെന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചെറിയ വിഷമമോ അസൂയയോ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ആ നിമിഷം നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുന്നത്, ആ കാറിനോ വീടിനോ ഞാൻ അർഹനല്ല എന്നാണ്. മറ്റൊരാളുടെ നേട്ടത്തിൽ സങ്കടപ്പെടുമ്പോൾ വിജയം എന്റെ ലോകത്ത് ഇല്ലാത്ത ഒന്നാണ് എന്ന് നിങ്ങൾ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ബോധമാണ് പിന്നീട് നിങ്ങളുടെ ജീവിതത്തിലും ദാരിദ്ര്യവും നിരാശയും കൊണ്ടുവരുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കും ഈ അറിവ് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ സഹായിക്കും. മൂന്നാമതായി, പുറമേയുള്ള സാഹചര്യങ്ങളെ മാത്രം വിശ്വസിക്കുന്ന രീതിയാണ്. റോഡിൽ ഒരു അപകടം കാണുമ്പോഴോ അതിനെക്കുറിച്ച് കേൾക്കുമ്പോഴോ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം സംഭവിക്കും എന്ന് ഭയത്തോടെ ചിന്തിക്കുകയും ആ അപകടത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആ അപകടത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുകയാണ്. സുരക്ഷിതനായിരിക്കുക എന്നതിനേക്കാൾ അപകടം സംഭവിക്കാനുള്ള സാധ്യതയിലാണ് നിങ്ങളുടെ ശ്രദ്ധയെങ്കിൽ നിങ്ങൾ ദുഃഖത്തെയാണ് കൂട്ടുപിടിക്കുന്നത്. നിങ്ങളുടെ ശ്രദ്ധ എവിടെയാണോ അതാണ് നിങ്ങളുടെ ജീവിതമായി മാറുന്നത്. നാലാമത്തെ കാരണം നിങ്ങളുടെ ഉള്ളിലെ പഴയ സ്വത്വം തന്നെ മുറുകെ പിടിക്കുന്നതാണ്. ഞാൻ ഭാഗ്യമില്ലാത്തവനാണ്, എന്റെ ജീവിതം ഇങ്ങനെയൊക്കെയേ തീരൂ എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയാറുണ്ടോ? എങ്കിൽ നിങ്ങൾ പഴയ പരാജയപ്പെട്ട ആ മനുഷ്യനായി തന്നെ തുടരാൻ തീരുമാനിച്ചിരിക്കുന്നു. പുതിയൊരു മാറ്റം ആഗ്രഹിക്കുമ്പോഴും പഴയ സങ്കടങ്ങൾ അയവിറക്കുന്നത് ദുഃഖം വിട്ടുമാറാതെ നിൽക്കാൻ കാരണമാകും. ഈ രീതിയിലുള്ള നമ്മുടെ ഓരോ വാക്കും ചിന്തയും ദുഃഖത്തെ സ്വീകരിക്കാനുള്ള ഒരു തീരുമാനമാണ്. സുഹൃത്തുക്കളെ, സങ്കടപ്പെടാനല്ല, മറിച്ച് വിജയിക്കാനാണ് നമ്മൾ ഓരോരുത്തരും ജനിച്ചത്. ജീവിതത്തിൽ ഇത്രയും കാലം നമ്മൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് നമ്മൾ തന്നെയാണ് ഉത്തരവാദികൾ എന്ന തിരിച്ചറിവ് ചിലപ്പോൾ വേദനിപ്പിച്ചേക്കാം. പക്ഷേ ആ തിരിച്ചറിവാണ് മാറ്റത്തിലേക്കുള്ള ആദ്യ പടി. ഇനി നമുക്ക് കരഞ്ഞു തീർക്കാൻ സമയമില്ല, പകരം നമ്മുടെ ഭാഗ്യം നമ്മൾ തന്നെ നിർമ്മിച്ചെടുക്കേണ്ടതുണ്ട്. ഭാഗ്യം എന്നത് ആർക്കോ ലഭിക്കുന്ന ഒരു അദൃശ്യ ശക്തിയല്ല, അത് നിങ്ങൾ വളർത്തിയെടുക്കേണ്ട ഒരു കഴിവാണ്. ആ കഴിവ് എങ്ങനെ നേടിയെടുക്കാം എന്നതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട്. ആ വീഡിയോ കാണാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തുക. നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ദുഃഖമല്ല, ഭാഗ്യമാണ് നമ്മളെ തേടി വരേണ്ടത്. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.